ഗൈസ് 2 ദിവസത്തിനിടയിൽ കുറച്ചധികം തിരക്കുകളായി പോയി. പക്ഷേ ഈ ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പറയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെതിരെയുള്ള സീരീസ് വിജയിച്ചു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5-ാമത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ പകരക്കാരൻ എന്ന റോളിൽ, അതായത് ഗില്ലിന് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യത്തിലാണല്ലോ അദ്ദേഹം വരുന്നത്. ഇത്ര ദിവസങ്ങളായിട്ട് ഗില്ല് മോശം പെർഫോമൻസ് ആണ് നടത്തിയെങ്കിലും അദ്ദേഹത്തിന് തന്നെയായിരുന്നു അവസരം. 4-ാമത്തെ മത്സരത്തിൽ ഈ വെതർ കണ്ടീഷൻസ് കാരണം മത്സരം നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും സഞ്ജു സാംസൺ ഒരു കിടിലൻ പെർഫോമൻസ് അങ്ങ് നടത്തി. ഗില്ല് ഈ 3 മത്സരങ്ങളിൽ നിന്ന് നേടാത്ത റൺസ് ഒറ്റ മത്സരം കൊണ്ട് നേടി. അതുപോലെ മികച്ച സ്ട്രൈക്ക് റേറ്റും. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് സംഭവിക്കുന്നു. ന്യൂസിലൻഡിനെതിരായിട്ടുള്ള പരമ്പരയുടെയും അതുപോലെ T20 വേൾഡ് കപ്പിൻ്റെയും. അവിടെ ശുഭ്മാൻ ഗിൽ എന്ന വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കുന്നു. സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വരുന്നു. അതുപോലെ ജിതേഷ് ശർമ്മയും ഒഴിവാക്കുന്നു. അവിടെ ഇഷാൻ കിഷൻ എത്തുന്നു, റിങ്കു സിംഗ് ടീമിലെത്തുന്നു. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. എനിവേ, ഈ കാര്യത്തിൽ ഉറപ്പായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്, BCCI അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ഒരു മികച്ച രൂപത്തിലുള്ള തീരുമാനമെടുത്തത്. അത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇഷാൻ കിഷനെ എടുത്തതും അതുപോലെ തന്നെ ഗില്ലിനെ ഒഴിവാക്കിയതും റിങ്കു സിംഗിനെ ടീമിലെടുത്തതും ഒക്കെ വളരെ മികച്ച തീരുമാനങ്ങളായിട്ട് തന്നെ നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഗില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു ODIയിൽ നല്ല പ്ലെയറാണ്, ടെസ്റ്റിൽ നല്ല പ്ലെയറാണ്, ഇദ്ദേഹം ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറെ എല്ലാ ഫോമാറ്റിലിട്ട് കളിപ്പിച്ചിട്ട് നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് സെലക്ഷൻ കമ്മിറ്റി എത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ജിതേഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു വിക്കറ്റ് കീപ്പറാണ്. അപ്പം വേണമെങ്കിൽ ഒരു ബെസ്റ്റ് ലെവലെന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനിഷിംഗ് റോളിലേക്ക് വരുന്ന സമയത്ത് റിങ്കു സിംഗ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അപ്പോൾ റിങ്കു സിംഗിനെ ഒഴിവാക്കിയിട്ടൊരു വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. എന്താണെങ്കിലും ബോൾഡായിട്ടുള്ള ആ ഡിസിഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇഷാൻ കിഷൻ, അദ്ദേഹത്തിൻ്റെ ഷെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവാണ്. വിന്നിങ് ടീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, ടോപ്പ് സ്കോററാണ്. ഇങ്ങനെയൊക്കെയുള്ള റൺസ് ഒരു പെർഫോമൻസൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇഷാൻ കിഷനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഓപ്പണറായിട്ടും അല്ലെങ്കിൽ വൺ ഡൗൺ ആയിട്ടും ടോപ്പ് ഓർഡറിലൊക്കെ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അപ്പം ആ നിലയിൽ ഇഷാൻ കിഷൻ്റെ വരവും റിങ്കു സിംഗിൻ്റെ വരവും തീർച്ചയായിട്ടും ഒരു ബാലൻസ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു ടീമിലെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. സഞ്ജു ഒരിക്കൽ കൂടി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ സ്ട്രഗ്ലിങ് ഒരു ഫേസിലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അദ്ദേഹം നല്ല രീതിയിൽ ഓപ്പണിങ്ങിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് ഗില്ലിനെ തിരികെ കയറ്റുന്നു, അതും വൈസ് ക്യാപ്റ്റനായിട്ട്. അങ്ങനെ സഞ്ജു ഒരു മിഡിൽ ഓർഡറിലോട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും അദ്ദേഹം ഭേദപ്പെട്ട രീതിയിൽ കളിച്ചു. പക്ഷേ ടീമിൽ നിന്ന് ഔട്ടാകുന്നു. ഗില്ലിന് അവസരങ്ങൾ കിട്ടുന്നു. ഗില്ലിനെ ഒരു പോസ്റ്റർ ബോയ് എന്ന നിലയിൽ BCCI തന്നെ ഇത് ചെയ്തുകൊണ്ട് വരുന്നൊരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ചയാണ് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത്. സഞ്ജു അവിടെയാണ് ആ ഒരു കിട്ടിയ ഓപ്പർച്യൂണിറ്റി എങ്ങനെ മുതലാക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരം BCCIക്കും അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിലും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് കഴിവുണ്ട്, അത് അദ്ദേഹം വേണ്ട സമയത്ത് കാണിച്ചു. അതൊരിക്കലും തള്ളിക്കളയാനാവില്ല, ആരെ തിരികെ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാലും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ പയ്യെ സഞ്ജുവിനെ ഇനി ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം വരും, വേൾഡ് കപ്പ് ടീമിൽ തന്നെ വരുമോ, ഇനി ദേശീയ ടീമിലേക്കുള്ളൊരു തിരിച്ചുവരവ് പോലും അടയ്ക്കുന്ന തരത്തിലേക്കൊക്കെ പോകും എന്നുള്ളതായിരുന്നു. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി സൗത്ത് ആഫ്രിക്ക സീരീസിൽ തന്നെ കിട്ടുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ വന്നിട്ട് പിന്നെ അദ്ദേഹം IPLലേക്ക് പോയി. IPLിലേക്കൊരു അത്യുഗ്രൻ പെർഫോമൻസ് നടത്തി മാത്രമേ തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള സ്ഥാനത്താണ് അവിടെ ഗില്ലിൻ്റെ ഒരു ഇഞ്ചറി. അവിടെ അവസരം കിട്ടുന്നു, അവിടെ സെലക്ഷൻ കമ്മിറ്റി റീതിങ്ക് ചെയ്യുന്നു, അവർ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും സോ ഹാപ്പി. സഞ്ജുവിനെ എടുത്തതിൽ മാത്രമല്ല, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം പ്രഖ്യാപിച്ചതിൽ കൂടി ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ന്യൂസിലൻഡ് സീരീസും അതുപോലെ ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പും ഒക്കെ ഇന്ത്യക്ക് മികച്ച രൂപത്തിലുള്ളൊരു രീതിയിലേക്ക് മാറട്ടെ. ഇപ്പം സൂര്യകുമാർ യാദവ് അടക്കം ഈ കഴിഞ്ഞ മാച്ചിനെ പറ്റിയിട്ട് നമ്മൾ പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ഇപ്പം പവർ പ്ലേയിൽ അടിക്കാൻ പറ്റിയ റൺസും, കാരണം ഒരേപോലെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ അഭിഷേകിനേക്കാൾ ഒരു പടി മുകളിൽ കഴിഞ്ഞ മാച്ച് സഞ്ജു നിന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പം അങ്ങനത്തെ 2 പ്ലേയേഴ്സ് കളിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും 200+ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാകുന്ന കാര്യമായിട്ട് മാറില്ല. ഏത് ടീം ഭയക്കുന്നൊരു ടീമായിട്ട് മാറും എന്നുള്ളൊരു കാര്യമാണുള്ളത്. എനിവേ, നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിക.